പാരച്യൂട്ട് ഗോൾഡ് കോക്കനട്ട് ഹെയർ ഓയിൽ മിസ്ലീഡിംഗ് മാർക്കറ്റിംഗിന്റെ മറ്റൊരു രൂപമാണിത്. നോക്കാം നമുക്ക്. ആദ്യം നമുക്ക് ഇവരുടെ ഫ്രണ്ട് ലേബലിംഗ് നോക്കാം. വിത്ത് 100% പ്യുവർ കോക്കനട്ട് ഓയിൽ. ഇനി ഇൻഗ്രീഡിയൻസ് ചെക്ക് ചെയ്താൽ വെജിറ്റബിൾ ഓയിൽ ഇൻക്ലൂഡിംഗ് കോക്കനട്ട് ഓയിൽ 75.4%. അതായത് വെജിറ്റബിൾ ഓയിലിന്റെ കൂടെയാണ് കോക്കനട്ട് ഓയിൽ. ഇതിൽ എത്ര പെർസെന്റേജ് ആണ് വെജിറ്റബിൾ ഓയിൽ എന്നോ എത്ര പെർസെന്റേജ് ആണ് കോക്കനട്ട് ഓയിൽ എന്നോ അവർ വ്യക്തമായി മെൻഷൻ ചെയ്തിട്ടില്ല. അത് കമ്പനിക്കാർ മാത്രം അറിഞ്ഞാൽ പോരല്ലോ, ഉപയോഗിക്കുന്ന ഉപഭോക്താക്കൾ ഓരോരുത്തർക്കും അതറിയാനുള്ള അവകാശമുണ്ട്. രണ്ടാമത് 23% പാരഫിൻ ഓയിൽ ആണ്. ഒരു കോക്കനട്ട് ഹെയർ ഓയിൽ 23% പാരഫിൻ ഓയിൽ അവർക്ക് മെൻഷൻ ചെയ്യാമെങ്കിൽ എന്തുകൊണ്ട് കോക്കനട്ട് ഓയിലിന്റെ പെർസെന്റേജ് മെൻഷൻ ചെയ്തുകൂടാ? ഇൻഗ്രീഡിയൻസിൽ അടുത്തത് പെർഫ്യൂം ആണ്. വൈറ്റമിൻ ഇ, TBHQ. ഈ TBHQ എന്ന് പറയുന്നത് ഒരു സിന്തറ്റിക് ആന്റി ഓക്സിഡന്റ് പ്രിസർവേറ്റീവ്സ് ആണ്. ഇവിടെ മിസ്ലീഡിംഗ് മാർക്കറ്റിംഗിന്റെ രൂപം നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവരുടെ പരസ്യങ്ങളിലാണ്. ഇവരുടെ അഡ്വർടൈസ്മെന്റ് മുഴുവൻ ഫോക്കസ് ചെയ്യുന്നത് കോക്കനട്ട് ഓയിലിനെ ബേസ് ചെയ്തിട്ടാണ്. കോക്കനട്ട് ഓയിൽ നല്ലത് തന്നെയാണ്, പക്ഷേ ആ കോക്കനട്ട് ഓയിലിന്റെ പെർസെന്റേജ് ഇവർ മെൻഷൻ ചെയ്യാത്തിടത്തോളം കാലം ഇത് മിസ്ലീഡിംഗ് മാർക്കറ്റിംഗിന്റെ ഒരു വികൃത രൂപമായി മാത്രമേ നമുക്ക് കാണാൻ സാധിക്കൂ. അതുകൊണ്ടാണ് എപ്പോഴും പറയാറുള്ളത്, നമ്മളാണ് കാണാനും കേൾക്കാനും തയ്യാറാവേണ്ടത്. കാരണം ആ ഓരോ ലേബലുകൾക്കും നമ്മളോട് എന്തൊക്കെയോ പറയാനുണ്ട്.